ഹലോ കൂട്ടുകാരെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത്. ഒത്തിരി നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് 3-4 മാസമായി. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ ഉച്ചയൂണ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ രാവിലെ വെള്ളരിക്ക കറിയാണ് നമ്മൾ വെക്കുന്നത്. അതിന് വെള്ളരിക്കയൊക്കെ എടുത്തിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എരിവൊക്കെ കുറച്ച്. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുമല്ലേ, അപ്പോൾ അമ്മമാർക്ക് അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യമേ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണി എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. എന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായി അരഞ്ഞ് കിട്ടണം. തരിതരിയായി ഇരിക്കരുത്. നന്നായി അരച്ച് വേണം നമുക്കെടുക്കാൻ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെന്ത് കിടക്കുന്ന വെള്ളരിക്കയിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി വേഗമാകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിരുന്ന തക്കാളിക്ക് ഇത്തിരി പഴുപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളരിക്ക പകുതി ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളച്ച് പോകരുത്, പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇളക്കി നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് വറവൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർത്തതാണ്. അപ്പോൾ വറവൂടെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എരിവൊന്നുമില്ലാതെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വെള്ളരിക്ക കറി. അപ്പം നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡിയാണ്. ഇനി ഞാനൊരു ക്യാബേജ് തോരനാണ് റെഡിയാക്കുന്നത്. ക്യാബേജ് ഞാൻ ആദ്യമേ തന്നെ അരിഞ്ഞ് അതിലേക്ക് തേങ്ങാപ്പീരയും പച്ചമുളകും സവാളയൊക്കെ ചേർത്ത് നന്നായി ഞെരടി വെച്ചതാണ്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുകിലേക്ക് ഇത്തിരി ഉഴുന്നൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഞെരടി വെച്ചിരുന്ന ക്യാബേജൂടെ ചേർത്ത് ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്ക് നന്നായി അതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി ഗരം മസാലപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട. ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു തോരനാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കണേ. പിന്നെ ഒഴിക്കാൻ നമുക്ക് മീൻ വേണമല്ലോ. മീനില്ലാത്ത ഒരു ദിവസവുമില്ല. അപ്പം തൻ്റെ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അയലയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇനി നമുക്കത് മുളകിട്ട് വയ്ക്കാം. ഇവിടെ മുളക് കറിയാണ് സാധാരണ മീൻ കിട്ടിയാൽ വെക്കാറ്. അതുപോലെ തന്നെ ഇന്നും മുളക് കറി തന്നെയാണ് വയ്ക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു. പിന്നെ വേണമെങ്കിൽ ഇത്തിരി കടുകൂടിട്ട് പൊട്ടിക്കാം. ഞാൻ ഇത്തിരി കടുകൂടെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ചതച്ച് വെച്ചിരുന്ന കൂട്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തത്. ഉലുവാപ്പൊടി ചേർത്തിട്ടില്ല. ഉലുവ ചേർത്തത് കൊണ്ട് പിന്നെ ഉലുവാപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടട്ടെ. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം ആദ്യമേ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് പൊടിയൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ഉപ്പും കുടംപുളിയും ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യമുള്ള കുടംപുളിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയം പിഴിപുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞങ്ങളിവിടെ കുടംപുളി ഇട്ടാണ് കറി വയ്ക്കുന്നത്. പിന്നെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളി നല്ല പഴുപ്പായ തക്കാളിയല്ല, അതുകൊണ്ട് പകുതിയേ ഞാൻ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. നന്നായിട്ട് തണ്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കറി. ഇനി നമുക്കതിലേക്ക് മീനിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് സിമ്മിലാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് വെന്ത് കിട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോഴത്തേക്കും ഇനി ഞാൻ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം ഇന്ന് റെഡിയാണ്. പിന്നെ രാവിലെ വെച്ച വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി ഇരിപ്പുണ്ട്. അപ്പം പിന്നെ ഇത്രയൊക്കെ മതിയല്ലോ. ഇന്നൊരു പ്രത്യേകതയ്ക്ക് ഞാൻ നമ്മുടെ വാഴയിലയാണ് വിളമ്പിയത്. പാത്രത്തിനകത്തൊരു വാഴയില വെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ഒരുപാട് ചോറൊന്നും ഇടുന്നില്ല, കുറച്ച് ചോറിട്ടു. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഒരുപാട് ചോറുണ്ടെന്ന്. ഇല്ല, കുറച്ച് ചോറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് നമ്മുടെ തോരൻ വെച്ച് കൊടുക്കാം. ക്യാബേജ് തോരൻ, ആവശ്യത്തിനുള്ള ക്യാബേജ് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഇച്ചിരി വെച്ച് കൊടുക്കാം. വെണ്ടയ്ക്ക തേങ്ങാപ്പീരയും സവാളയും പച്ചമുളകൊക്കെ ഇട്ടാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. പിന്നെ നമ്മുടെ അയലക്കറി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട് ഇത്തിരി അയലക്കറി. എരിവൊന്നുമില്ല കേട്ടോ, പിരിയമുളകിൻ്റെ കറിയാണ്. അതുകൊണ്ട് തന്നെ എരിവൊന്നും ഉള്ള കറിയല്ല. മുളകിന് നമുക്ക് നിറം തോന്നുന്നതാണ്. പിരിയമുളകിൻ്റെ കറിയാണ്. അപ്പം മീൻകറി അതിലേക്ക് വെച്ച് ഇനി ഇത്തിരി ഒഴിച്ചുകറിയും കൂടെ വെക്കുമ്പോഴത്തേക്ക് വെള്ളരിക്ക കറി അതോടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.